നമസ്കാരം, വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. വെട്ടം പടിയത്ത് നിറവും മണവും ചേർത്ത് ചെണ്ടുമല്ലി വിളവെടുപ്പ്. പടിയം പൂപ്പാടത്താണ് ചെണ്ടുമല്ലി സുഗന്ധം പകർന്നു വിരിഞ്ഞു നിൽക്കുന്നത്. പടിയത്തെ 9 പേരടങ്ങുന്ന സംഘമാണ് പൂക്കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശത്താണ് ഈ തോട്ടം. 9 യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജൂൺ 1-നാണ് കൃഷി ആരംഭിച്ചത്. സ്ഥലത്താണ് കൃഷി. വിളവെടുത്ത് ഒരു പ്രദേശത്ത് തന്നെ വിപണനം ചെയ്യാനാണ് തീരുമാനം. ഞങ്ങൾ പടിയത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ പൂക്കൃഷി ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പൂക്കൃഷി നല്ല വിപുലമായ രീതിയിൽ തന്നെ നടത്തിയിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ഈ പൂക്കൃഷി, അതുമായിട്ട് ബന്ധപ്പെട്ടത് ഒക്കെ ആയിട്ട്. ഇത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സബ്സിഡിയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നേ വരെ. ഞങ്ങൾ കൂട്ടായ്മ പ്രവർത്തകർ കുറച്ച് ആൾക്കാർ കയ്യിൽ നിന്ന് സാമ്പത്തികം എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഇത് ഓണത്തിനോടനുബന്ധിച്ചിട്ട് അത്തത്തിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ വിപണനം ചെയ്യപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ കൂട്ടായ്മ പ്രവർത്തകർ ഇത് മാത്രമല്ല ചെയ്യുന്നത്. ഞങ്ങളെ സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചാരിറ്റി ആയിട്ട് ചെറിയ ചാരിറ്റി ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ സോപ്പ് നിർമ്മാണം, ഈ സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് കിട്ടുന്ന ലാഭ വിഹിതം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യം വരെ നമ്മളെ വയനാട് ദുരന്തം നടന്ന പ്രദേശത്തേക്ക് ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേമാതിരി ചെറിയ മരണ വീട്ടിലേക്ക് ചെറിയ സഹായങ്ങൾ, അവർക്ക് വേണ്ട പിന്നെ അവിടേക്ക് വേണ്ട സാമഗ്രികളൊക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് പടിയം കൂട്ടായ്മ. ഇത് 2ാം വർഷമാണ് കൃഷി നടത്തുന്നത്. തുടർ വർഷങ്ങളിലും പൂക്കൃഷി നടത്തുമെന്നാണ് കൂട്ടായ്മ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വെട്ടം.